അവിശ്വസനീയമായ ഒരുപാട് വാർത്തകളാണ് ഈ പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് അങ്ങനെയല്ല തോന്നിക്കുന്നത്? കേൾക്കുമ്പോൾ തന്നെ അന്തം വിട്ട് പോകുന്ന ഓരോരോ വാർത്തകൾ. അതുപോലത്തെ ഒരു വാർത്തയാണ് പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറായ ഫിലിപ്പ് മമ്പാടിന്റെ പോക്സോ കേസ്. ആ കേസ് ഞാൻ ആദ്യം കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ കിളി പോയിക്കണം. ഞാൻ ആകെ അന്തം വിട്ട്. ഇത് ഒരിക്കലും സത്യമല്ല, ഇത് ഫേക്ക് ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ഒറിജിനൽ ആണെന്ന്. അപ്പോൾ ആരെങ്കിലും കുടുക്കിയതാവുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇയാളോട് ഇത്ര ദേഷ്യമുള്ള ആരാണ് റബ്ബെ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് മൂപ്പര് ഈ മയക്കുമരുന്നിനെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ആ സൈഡിൽ നിന്ന് ആരെങ്കിലും പൂട്ടിയതാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതായാലും 2 ദിവസം കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും എന്നൊക്കെ ഞാൻ അങ്ങനെ കരുതിയിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞു, ഇതിനെപ്പറ്റി പുതിയൊരു അപ്ഡേഷൻ ഒന്നും വരുന്നില്ല. മൂപ്പര് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അതിലുപരി ഒരു മോട്ടിവേഷൻ സ്പീക്കറും കൂടിയാണ്. മൂപ്പര് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റെങ്കിലും മൂപ്പര് പുറത്തു വിടേണ്ടതാണ്. ഇതുവരെ വന്നിട്ടില്ല. അതിനെന്താ നിങ്ങൾക്ക് മനസ്സിലാണത്? അയാൾക്കെതിരെയുള്ള കേസ് എന്താണെന്നറിയോ? ഒരു 16 വയസ്സുള്ള പെൺകുട്ടീനെ അതിന്റെ മാതാപിതാക്കളെ സമ്മതമില്ലാതെ കാസർഗോഡിൽ ഏതോ ലോഡ്ജിൽ കൊണ്ടുപോയിക്കാണ്ട് എന്തോ ചെയ്തതാണ്. അത് പോലീസിനോട് ഇയാൾ സമ്മതിച്ചിരിക്കണല്ല ഞാൻ അങ്ങനെ ഒരു പോക്ക് പോയിക്കണമെന്നുള്ളത്. മാത്രമല്ല പോലീസിനോട് വേറെ ഒരു കാര്യം പറഞ്ഞാല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് കേസായി, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. നിങ്ങൾ കേൾക്കണേ, ഒരു മോട്ടിവേഷൻ സ്പീക്കർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് കേസായാലും. ഇയാളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ നിരപരാധിത്വം സമൂഹത്തിന് മുന്നിൽ എനിക്ക് തെളിയിക്കണം. അതിനെ പറ്റിയിട്ടല്ലേ മൂപ്പർ ചിന്തിക്കേണ്ടത്? ആത്മഹത്യനെ കുറിച്ചിട്ടാണോ? അതിനൊരു കാര്യം മനസ്സിലാക്കുക, എന്ത് ഇയാളേക്ക് ഈ കയ്യബദ്ധം സംഭവിച്ചിരിക്കണ് എന്ന്. ഇജ്ജാതി ആൾക്കാരൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവർ ഈ കുട്ടിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക, സ്വകാര്യത്തിൽ ഇജ്ജാതി തെമ്മാടിത്തരാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനത്തെ കേസുകൾ കൂടുതൽ പുറത്തേക്ക് വന്നാൽ ഈ മോട്ടിവേഷൻ സ്പീക്ക് കേൾക്കുന്ന കുട്ടികളുടെ മനസ്സിൽ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ ഉണ്ടാക്കുള്ളൂ. ഇവർ ആരെങ്കിലും ഈ സ്പീക്കൊക്കെ കേൾക്കാൻ വരുമോ? കാരണം ഇവർ ഇതിപ്പൊക്കെ പറയും, ഇവർ സ്വകാര്യത്തിൽ ചെയ്യുന്ന തെമ്മാടിത്തരാണെന്നല്ല അവരുടെ മനസ്സിൽ ചിന്ത വരില്ലേ? ഒന്ന് റീച്ച് കിട്ടുമ്പോഴത്തേന് അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഒന്ന് അറിയപ്പെടുമ്പോഴത്തേന് എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നാണോ അവർ ചിന്തിക്കുന്നത്? എങ്കിൽ ആ ചിന്തയല്ല ഏറ്റവും വലിയ വിഡ്ഢിത്തരം. അറിയപ്പെടാത്ത ഒരാളാണ് ഈ തെറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ, 3-4 ആൾക്കാർ അറിയും ചെയ്യും, 2 ദിവസം കഴിഞ്ഞ് ആ വാർത്താണ്ട് അവസാനിക്കും ചെയ്യും. അതുപോലെയാണോ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ചെയ്താൽ? അതൊരു വലിയ വാർത്തയാകൂലേ? സമൂഹത്തിന്റെ മുന്നിലേക്ക് തല പൊതിച്ച് നടക്കാൻ പറ്റില്ല, എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗ്ഗം ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിക്കേണ്ടവര്. സത്യത്തിൽ ഇവർക്ക് നമ്മളാണ് മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഇവർക്കൊരു പുണ്ണാക്കും അറിയില്ല. എന്തൊരു കട്ടകാലാണെന്ന് നോക്കേ. ഇജാതി ആൾക്കാരൊക്കെയാണ്, എങ്ങനെ വിശ്വസിക്കും ഇവരൊക്കെ? വല്ലാത്തൊരവസ്ഥ.